നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന, മാനസികമായും ശാരീരികമായും നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരാളെ ജീവിതത്തിൽ കണ്ടെത്തുക എന്നതാണ് ഓരോ വ്യക്തിയുടെയും ആഗ്രഹം. എന്നിരുന്നാലും എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നില്ല. പ്രണയത്തിൻ്റെയോ വിവാഹത്തിൻ്റെയോ കാര്യത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന നിരവധി ആളുകൾ ലോകത്തുണ്ട്. നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന അനുയോജ്യമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചില പ്രത്യേക ദേവനെയോ ദേവിയെയോ ആരാധിക്കണം. ഈ ആരാധനാമൂർത്തികളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയ പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്നവരിലേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ദേവന്മാരെയും ദേവതകളെയും ആരാധിക്കാം. നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇവരെ ആരാധിക്കണം. എന്നിരുന്നാലും പൂജകളും ആരാധനയും പൂർണ്ണ ഭക്തിയോടെ ചെയ്യണം. എങ്കിൽ മാത്രമേ മംഗളകരമായ ഫലങ്ങൾ ലഭിക്കൂ. കാമദേവൻ. അപാരമായ സ്നേഹത്തിന്റെ ശക്തികൾക്ക് പേരുകേട്ട ദേവനാണ് കാമദേവൻ. അദ്ദേഹത്തെ മന്മഥൻ അല്ലെങ്കിൽ കാമ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ പകുതി, അതായത് കാമ എന്നതിൻ്റെ അർത്ഥം ഇന്ദ്രിയത, ആഗ്രഹം, ലൈംഗികത എന്നൊക്കെയാണ്. ദേവ എന്നാൽ സ്വർഗീയം അല്ലെങ്കിൽ ദിവ്യം എന്നാണ്. ലൈംഗികാഭിലാഷങ്ങൾ നൽകുന്ന ദൈവമാണെന്ന് കാമദേവനെ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ വേദങ്ങളിൽ കാമദേവനെ ആഗ്രഹങ്ങളുടെ ദൈവമായാണ് പരാമർശിച്ചിട്ടുള്ളത്. കാമമോഹങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് ഉത്തരവാദികളായ സ്വർഗീയ ഗ്രഹങ്ങളുടെ അതിദേവതയാണ് കാമദേവൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മികച്ച പങ്കാളിയെ ലഭിക്കാൻ സഹായകമാകും. ശ്രീകൃഷ്ണൻ. രാധയുടെയും കൃഷ്ണന്റെയും പ്രണയത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഹിന്ദുക്കൾ കൃഷ്ണനെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ദൈവമായി കണക്കാക്കുന്നു. ഇന്നും ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നത് ശ്രീകൃഷ്ണനെ പോലൊരു വരനെയാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മികച്ചൊരു ജീവിത പങ്കാളിയെ ലഭിക്കും. രാധയെയും കൃഷ്ണനെയും ആരാധിക്കുന്നതിലൂടെ ദമ്പതികൾക്ക് നഷ്ടപ്പെട്ട സ്നേഹവും ആകർഷണവും കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രതിദേവി. പ്രജാപതി ദക്ഷന്റെ മകളും ശിവന്റെ ഭാര്യയായ സതിയുടെ സഹോദരിയുമായിരുന്നു രതിദേവി. സ്നേഹത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും കാമത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഹിന്ദു ദേവതയായി രതിദേവതയെ കണക്കാക്കപ്പെടുന്നു. ശാരീരിക സുഖങ്ങളില്ലാത്ത വിവാഹ ജീവിതം ദുസ്സഹമാകുന്ന സ്ത്രീകൾക്ക് രതിദേവിയെ ആരാധിക്കാം. അതിലൂടെ അവർക്ക് ഭർത്താവിൽ നിന്ന് സ്നേഹവും ആവശ്യമായ ശ്രദ്ധയും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരമശിവൻ. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം ഏറ്റവും കോപിഷ്ഠനായ ദൈവമായി ശിവനെ കണക്കാക്കുന്നു. എന്നാൽ പരമേശ്വരൻ സ്നേഹവും കരുതലും വിശ്വസ്തതയുമുള്ള ഒരു ഭർത്താവും കൂടിയാണ്. തൻ്റെ ഭാര്യയായ പാർവതി ദേവിയോടുള്ള അർപ്പണബോധത്തിനും ബഹുമാനത്തിനും അദ്ദേഹം പ്രശസ്തനാണ്. ശിവനെ പോലെ വിശ്വസ്തനായ ഒരു ഭർത്താവിനെ ലഭിക്കാൻ സ്ത്രീകൾ പരമേശ്വരനെ ആരാധിക്കുന്നു. ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും സ്ത്രീകൾ ശിവരാത്രി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുകയും ശിവനെ ആരാധിക്കുകയും ചെയ്യുന്നു. ഈ ദിവസത്തെ വ്രതം നിങ്ങൾക്ക് ശിവനെ പോലെ ഒരു ഭർത്താവിനെ നേടിത്തരുമെന്ന് വിശ്വസിക്കുന്നു. തിങ്കളാഴ്ച ദിവസം പരമേശ്വരനായി സമർപ്പിച്ചിരിക്കുന്ന ദിവസമാണ്. വിവാഹ പ്രശ്നങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾ തിങ്കളാഴ്ചകളിൽ ഉപവസിക്കുകയും ശിവനെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവരുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ചന്ദ്രദേവൻ. ചന്ദ്രദേവൻ തൻ്റെ ശുദ്ധതയ്ക്കും മനോഹരമായ രൂപത്തിനും പേരുകേട്ടതാണ്. ചന്ദ്രനെ പോലെ സുന്ദരനായ ഒരു ഭർത്താവിനെ ലഭിക്കാൻ പെൺകുട്ടികൾ ചന്ദ്രനെ ആരാധിക്കുന്നു. കാമത്തിൻ്റെയും വിശുദ്ധിയുടെയും ഹിന്ദു ദൈവമായും ചന്ദ്രദേവനെ ആരാധിക്കപ്പെടുന്നു. ജ്യോതിഷത്തിൽ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. അത് നിങ്ങളുടെ മനസാക്ഷിയെ സൂചിപ്പിക്കുന്നു.
ശുക്രന്റെ അനുഗ്രഹത്തോടൊപ്പം നിങ്ങളുടെ ജാതകത്തിൽ ഒരു ശുഭകരമായ ചന്ദ്രനും ഉണ്ടായിരിക്കണം. ജാതകത്തിൽ ശുഭകരമായ ചന്ദ്രനുള്ള ഏതൊരാൾക്കും ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ ലഭിക്കും. നിങ്ങളുടെ ജാതകത്തിലെ ചന്ദ്രനെ ശക്തിപ്പെടുത്തുന്നതിന് ചന്ദ്രനെ ആരാധിക്കുക. പൗർണമി നാളാണ് ഇതിന് ഏറ്റവും മികച്ചത്. ശുക്രൻ സൗന്ദര്യം, പ്രണയം, ലൈംഗികത, സുഖം, ആഡംബരം, പ്രണയം, സന്തോഷം എന്നിവയുടെ കാരക ഗ്രഹമാണ് ശുക്രൻ. നിങ്ങൾ ശുക്രനെ ആരാധിക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും സന്തോഷവും സ്നേഹവും കൊണ്ടുവരുന്നു. നിങ്ങളുടെ പങ്കാളിയുമായി ഒരു മികച്ച ബന്ധം വളർത്തിയെടുക്കാനാകുന്നു. നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ശുഭമല്ലെങ്കിൽ നിങ്ങൾ ശുക്രനെ ആരാധിക്കണം. ജാതകത്തിൽ ശുക്രദോഷമുള്ള വ്യക്തിക്ക് ഒരിക്കലും സന്തോഷകരമായ പ്രണയജീവിതം ലഭിക്കില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.